ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗം ഇന്നു മുതൽ 2 ദിവസം ഡൽഹിയിൽ ചേരും. ഭാരത് മണ്ഡപത്തിൽ ചേരുന്ന ദേശീയ കൗൺസിൽ കേരളത്തിൽ നിന്നും 210 പ്രതിനിധികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 11,500 പേർ പങ്കെടുക്കും. ഇന്ന് രാവിലെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ ഉദ്ഘാടന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടെ മറ്റന്നാൾ അവസാനിക്കും. 2 ദിവസം ചേരുന്ന യോഗത്തിൽ ചില പ്രമേയങ്ങളും പാസാക്കും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും വലിയ പ്രാധാന്യമുള്ള ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗം ഇന്നു മുതൽ 2 ദിവസം ഡൽഹിയിൽ നടക്കുന്ന സാഹചര്യം എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 11,500 പ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് മാത്രം 210 പ്രതിനിധികൾ, അങ്ങനെ വലിയ ബൃഹത്തായ ഒരു സമ്മേളനത്തിനാണ് ഡൽഹിയിലെ പ്രകൃതി മൈതാനിയിലെ ഭാരത് മണ്ഡപം വേദിയാകുന്നത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തുന്ന സമ്മേളനം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ജില്ലാ കാര്യകർത്താക്കൾ ഉപരി അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, ഒപ്പം എം.പിമാർ, എം.എൽ.എമാർ, മുൻ എം.എൽ.എമാർ, അതേപോലെ തന്നെ എം.പിമാരും മന്ത്രിമാരും ഒക്കെ തന്നെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ബൃഹത്തായ ഒരു പദ്ധതി ബി.ജെ.പിക്ക് മുന്നിലുണ്ട്. 370 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുക, 400 സീറ്റുകൾ സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് നേടി രാജ്യത്ത് വീണ്ടും 3ാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരണമെന്നുള്ള ആ ഇച്ഛാശക്തിയിൽ തന്നെയാണ് ഇത്തരമൊരു സമ്മേളനം ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. 2 ദിവസമാണ് സമ്മേളനം ചേരുക. രാവിലെ ദേശീയ ഭാരവാഹികളുടെ യോഗമാണ്. അവിടെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ സംസാരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നാഷണൽ കൗൺസിൽ ചേരുന്നത്. നാഷണൽ കൗൺസിലിൽ സ്വാഭാവികമായും നേതൃനിരയിലെടുത്ത തീരുമാനങ്ങൾ കൗൺസിൽ വെച്ച് അതിന് കൗൺസിലിൻ്റെ അംഗീകാരം നേടുക എന്നുള്ള പാർട്ടിയുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അവിടെ നിറവേറ്റപ്പെടുന്നത്. ഒപ്പം നാളെ വിവിധ പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പ്രതിനിധികളുമായി സംവദിക്കും. ഇങ്ങനെ വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇനി 2 മാസം മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അവിടെ നേതൃനിരയിലുള്ള അല്ലെങ്കിൽ നേതാക്കളെ അതിന് പ്രാപ്തരാക്കുക, താഴെത്തട്ടിലുള്ള അണികളെ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ബൂത്ത് ലെവൽ വരെയുള്ള പ്രവർത്തകരെ അതിന് സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ്. അതിന് ഏറ്റവും അവസാനമായുള്ള നിർദ്ദേശം നൽകുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രമേയങ്ങളും പാസ്സാക്കുവാനുള്ള തീരുമാനങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ ബൃഹത്തായ ഒരു സമ്മേളനം, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഇത്തരമൊരു സമ്മേളനത്തിൽ ഇത്രയധികം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സമ്മേളനം, അത് രാജ്യമാകെ കാത്തിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുമുള്ള നീക്കങ്ങളെന്നറിയുവാൻ വേണ്ടി. ലക്ഷ്മി, നന്ദഗോപനാണ് വിവരങ്ങൾ.